ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ ബ്രേക്ക് എന്താണെന്നും കണ്ടിന്യൂ എന്താണെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. ഡീറ്റെയിൽ ആയിട്ട് സിൻടാക്സ് എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് യൂസ്ഡ് വിത്ത് സ്വിച്ച് ആൻഡ് ലൂപ്സ് അല്ലേ. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക? നമ്മൾ ലൂപ്സിൽ യൂസ് ചെയ്യും, അതുപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലും യൂസ് ചെയ്യാറുണ്ട്. പിന്നെയോ ബ്രിങ്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ സ്വിച്ച് ഓർ ലൂപ്പ് ബൈ സ്കിപ്പിംഗ് ദ റെസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്തിൻ ദി ബ്ലോക്ക് അല്ലേ. ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴാണോ എക്സിക്യൂട്ട് ആവുന്നത് അപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൂപ്പ് എന്നായാലും സ്വിച്ച് എന്നായാലും ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും അവിടെ സ്കിപ്പ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെന്താ പറയുന്നത്? പ്രോഗ്രാം കൺട്രോൾ goes out of the loop even though the test expression is true. അതെന്താ പറയുന്നത്? അതായത് ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മളുടെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ പോലും ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായാലും പുറത്തേക്ക് വരും. അതാണ് പറയുന്നത്. ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിലും അവിടെ എക്സിക്യൂട്ട് ചെയ്യാതെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും അതിന് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂ എന്നാന്ന് നോക്കാം. യൂസ്ഡ് ഓൺലി വിത്ത് ലൂപ്സ് അല്ലേ. കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ലൂപ്സിൽ മാത്രമാണ്. പിന്നെ പറയുന്നത് എന്താ? ബ്രിങ്സ് ദ പ്രോഗ്രാം കൺട്രോൾ ടു ദി ബിഗിനിങ് ഓഫ് ദി ലൂപ്പ് ബൈ സ്കിപ്പിംഗ് ദ റെസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്തിൻ ദി ബ്ലോക്ക് അല്ലേ. കണ്ടിന്യൂ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടിന്യൂ എപ്പോഴാണ് എക്സിക്യൂട്ട് ആവുന്നത് അപ്പോൾ അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ സ്കിപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും ആ ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അതാണ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. പിന്നെന്താ? പ്രോഗ്രാം കൺട്രോൾ goes out of the loop only when the test expression becomes false. എപ്പോഴാണോ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവുന്നത് അപ്പോൾ മാത്രമേ ലൂപ്പ് ഒന്ന് പുറത്തേക്ക് വരുള്ളൂ. അല്ലാതെ കണ്ടിന്യൂ വർക്കായാലോ വർക്ക് ചെയ്തില്ലെങ്കിലോ അതവിടെ എക്സിറ്റ് ചെയ്ത് പോരുന്നില്ല. ലൂപ്പ് കൺട്രോൾ പുറത്തേക്ക് പോരുന്നില്ല. അപ്പോൾ ഇത്രയാണ് ബ്രേക്കും കണ്ടിന്യൂയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്.